ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ നമ്മൾ ജൂൺ മന്ത് റീഡിംഗ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്നെ പ്രതീക്ഷിച്ച് കാണില്ല അല്ലേ? ഇതൊരു മുഖാമുഖം റീഡിംഗ് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല മഴ കാണും അല്ലേ? എല്ലാവരും സേഫായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വിശ്വസിക്കാനല്ലേ കഴിയൂ. ഇവിടെയും നല്ല മഴയുണ്ട്, ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ ഞാൻ ഇന്ന് 2 പൈലുകൾ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് പൈലാണ് മഹാവിഷ്ണു, ഇത് സെക്കൻഡ് പൈലാണ് കുബേരൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്ത് കാണുമല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് പൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവായിട്ട് ടാരോ കാർഡ്സ് റീഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഷഫിൾ ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് കാർഡ്സ് ഉണ്ട്. കാരണം നിങ്ങളുടെ മുൻപിൽ ഷഫിൾ ചെയ്ത് ഒരുപാട് ടൈം അങ്ങ് വേസ്റ്റ് ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇവിടെ മൂണോളജി ഉണ്ട്, അതുപോലെ തന്നെ ഏഞ്ചൽ മെസ്സേജസ് ഉണ്ട്, അതുപോലെ തന്നെ ടാരോ കാർഡ്സ്, ഒറക്കിൾ കാർഡ്സ് ഉണ്ട്, അതുപോലെ സോൾ മെസ്സേജസ് ഉണ്ട്. ഇത്രയും കാർഡ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. 3-4 കാർഡ്സ് വീതം ഉണ്ട്. അതുകൂടെ നമുക്ക് റീഡ് ചെയ്യാം. ആദ്യം നമുക്ക് പൊതുവായിട്ട് ടാരോ കാർഡ്സ് റീഡ് ചെയ്യാം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് പൈൽ മഹാവിഷ്ണു. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഹെർമിറ്റ് ആണ്. ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ നിങ്ങളിൽ പലരും, ചിലപ്പോൾ ചിലരൊക്കെ, ചില ആൾക്കാർ, എല്ലാവരുടെയും എനർജി അല്ലല്ലോ ഇത് എല്ലാവരുടെയും കൂടെ അല്ല. ചില ആൾക്കാരുടെ എനർജിയാണ് ഇങ്ങനെ വരുന്നത്. എല്ലാവരുടെ എനർജി ഒരുപോലെ വരില്ലല്ലോ. അപ്പോൾ ഇത് ഹെർമിറ്റ് മൂഡാണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ ചിലരൊക്കെ സന്യാസ മൂഡിലേക്ക് പോയിരിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ദുഃഖങ്ങളുണ്ട്. അവിടെ ഒരു നിശ്ചലാവസ്ഥ കാണുന്നുണ്ട്. മറ്റുള്ള സന്തോഷങ്ങളിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന എനർജി ആവാം. അതുമല്ല എങ്കിൽ സ്വന്തം ഉൾക്കാഴ്ചയിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന എനർജി. ആ ഉൾക്കാഴ്ച എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ളതാണ്, സ്പിരിച്വൽ ആയിട്ടുള്ള കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്പിരിച്വൽ ആയിട്ടുള്ള കണക്ഷനിലൂടെ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇത്. മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഇൻഡ്യൂഷൻ വന്നിട്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഒരുപാട് ആത്മീയതയിലേക്ക് കടക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പത്ത് കാർഡ്സ് എടുക്കാം ഓരോരുത്തർക്കും വേണ്ടി. രണ്ടാമതായിട്ട് വന്നിരിക്കുന്നത് പേജ് ഓഫ് സോഡിന്റെ എനർജിയാണ്. പേജ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ചെറുപ്പത്തിൻ്റെതായ എനർജി ഉണ്ട്, ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹം. ഈ ഒരു ആഗ്രഹം എന്ന് പറയുമ്പോൾ എന്താണ്, ചുറ്റിനും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. എന്നിരുന്നാൽ കൂടെയും ഞാൻ ഇതിനെ തരണം ചെയ്യും, ഞാൻ ഇതിനെ മറികടക്കും എന്ന് പലർക്കും പല കോൺഫിഡൻസും ഉണ്ടായിട്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ്. മനസ്സിലായോ? അപ്പോൾ അത്തരത്തിലുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവാണ് നിങ്ങൾക്ക് പലർക്കും. ഇപ്പോൾ ഇവിടെ ഹെർമിറ്റ് കൂടെ വന്നില്ലേ, ഇവിടെ ഇപ്പോൾ സ്പിരിച്വൽ ആയിട്ടൊരു കണക്ഷൻ വന്നിട്ടുണ്ട്. സ്പിരിച്വൽ വേയിലൂടെ പോകുന്ന പല ആൾക്കാർക്കും മാനസികമായിട്ട് സ്ട്രെങ്ത് വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങളെ ഞാൻ തരണം ചെയ്യും, എന്തും എനിക്ക് വന്നുകൊള്ളട്ടെ, ഞാൻ അതിനെ മറികടന്ന് മുന്നോട്ട് പോകും എന്നുള്ള ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നത്. അടുത്തായിട്ട് ചില ആൾക്കാർക്ക് ഇനിയും എന്താണ്, 2 ഓഫ് സോഡിന്റെ എനർജിയാണ്. 2 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ ചില പ്രതിസന്ധികളിലാവാം. അത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള മാനസികമായിട്ട് സ്ട്രെങ്ത് കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. ഈ ഒരു സ്ട്രെങ്ത് പലരും വരുത്തിയിട്ടുണ്ട്, പക്ഷെ ചിലർക്ക് ഇവിടെ കുറഞ്ഞിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇനി മുന്നോട്ട് എങ്ങനെ പോകും, ആകെപ്പാടെ മൈൻഡ് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയാണ്.
ഒരുപാട് ദൈവാനുഗ്രഹമുണ്ട്. എല്ലാ കാര്യങ്ങളും എനിക്ക് നേരെ വരും, എൻ്റെ കയ്യിലേക്ക് വരും, ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് നേടിയെടുക്കണം എന്നൊക്കെയുള്ള ചിന്തകളോടുകൂടി നിരന്തരമായിട്ട് ഇവിടെ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളാവും, ചിലപ്പോൾ ആരെങ്കിലും സ്നേഹിക്കുന്നു എങ്കിൽ അവർ തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്നു. അതുപോലെ തന്നെ എന്തൊക്കെയാണോ നേടേണ്ടത് മാനിഫെസ്റ്റേഷൻ വർക്ക് നടത്തുന്നുണ്ടാവാം. എന്നിലേക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും വന്നു ചേരാനുണ്ടാവാം. ചില ഇഷ്ടങ്ങൾ, സന്തോഷങ്ങൾ ഒക്കെയും വന്നു ചേരണം എന്ന് കരുതിക്കൊണ്ട് ഇവിടെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ റിയാലിറ്റിയിലേക്ക് കാണുന്നില്ല, റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അത് നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് വരാൻ, കുറച്ചുകൂടി ഒന്ന് ചിന്തിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. എപ്പോഴും നമുക്ക് പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴെന്താണ്, കണ്ണുകൾ മൂടിക്കെട്ടിയിരിക്കും, ഒന്നും കാണുന്നില്ല, എനിക്കിതൊന്നും കാണാനേ വയ്യ, എനിക്ക് സഹിക്കാൻ വയ്യ, അല്ലെങ്കിൽ എനിക്കിതിനെക്കുറിച്ച് ഇനി ഒന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കും. പക്ഷെ അതല്ല വേണ്ടത്. എന്താണോ പ്രശ്നം നമ്മൾ കണ്ണു തുറന്ന് അതിനെ കാണാൻ ശ്രമിക്കണം. അതാണ് ഇവിടെ വേണ്ടത്. കാണാൻ ശ്രമിച്ചാൽ മാത്രം പോരാ, അതിന് പരിഹാരം ഉണ്ടാക്കാനും നമ്മളെ കൊണ്ട് കഴിയണം. അതാണ് പിന്നീട് വന്നിരിക്കുന്നത് 6 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇവിടെ ഒരുപാട് സിൻസിയർ ആയിട്ടുള്ള ഒരു ലവ് ആണ്. നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ ഒരു മാറ്റം വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത്. സ്നേഹബന്ധത്തിലെ മാറ്റം എന്ന് പറയുമ്പോഴാണ് കൊച്ചുനാളിൽ, അതായത് കുഞ്ഞുനാളിൽ തൊട്ട് ചിലപ്പോൾ കൂടെ പഠിച്ചവർ ചിലപ്പോൾ ഒത്തുചേരുന്ന എനർജി. അല്ല എങ്കിൽ ഇവിടെ ഇതൊരു റീയൂണിയന്റെ കാർഡ് കൂടിയാണ്. അല്ല എങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നവർ തമ്മിൽ വീണ്ടും ഒന്നു ചേരുന്ന എനർജി. ഈ സ്നേഹത്തിന് പഴയതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഒരു മാറ്റം വരുത്തി കുറച്ചുകൂടി സൗഹൃദം വളർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന പലരുടെയും എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് പരസ്പരം സ്നേഹിച്ച് ഗിഫ്റ്റുകളൊക്കെ കൈമാറി പഴയതിനേക്കാളും കൂടുതൽ സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സിൻസിയർ ആണ് ലവ്. തീർച്ചയായിട്ടും ഉള്ളിൽ ഒരു കള്ളമില്ലാതെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ എനർജി. ഇവിടെ 9 ഓഫ് വാൻസിന്റെ എനർജിയാണ്. 9 ഓഫ് വാൻസ് ഫയർ സൈൻ ആണ്, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ എല്ലാ എനർജീസും വന്നിട്ടുണ്ട്. സോഡ് വന്നിട്ടുണ്ട്, സോഡ് എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. അപ്പൊ ഇവിടെ വാൻസ് വന്നിട്ടുണ്ട്, ഇവിടെ എല്ലാ എനർജീസും വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ എനർജി വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ സാഹചര്യം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് പല കാര്യങ്ങൾ പലർക്കും റെസണേറ്റ് ആവുന്നത്. അപ്പോൾ ഇവിടെ 9 ഓഫ് വാൻസിന്റെ എനർജിയാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷെ എന്തോ ഒന്നുകൂടി നിങ്ങൾക്ക് പ്രശ്നത്തിലാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ ആരോഗ്യമാവാം, അതുമല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാവാം, അതല്ല എങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം ആവാം. ഏതോ ഒരു സാഹചര്യം നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അത് ചിലപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം തരുന്ന ഒരു സാഹചര്യമാവാം. അതുകൂടെ വന്നാൽ മാത്രമേ നിങ്ങൾക്കിപ്പോൾ സന്തോഷമായിട്ട് ലൈഫിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് നിങ്ങൾ സ്വയം തീരുമാനിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു കംപ്ലീഷൻ ഇല്ല എന്നുള്ള ധാരണയോടുകൂടി മാനസികമായിട്ട് ഒരുപാട് വിഷമം അനുഭവിച്ചുകൊണ്ട് നോക്കി നിൽക്കുന്ന എനർജിയാണ്. മാനസികമായിട്ട് ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ട് ഇവിടെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആഗ്രഹിക്കുന്ന ഇവിടെ കിട്ടുന്നില്ല. അതാണ് നമ്മളിപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കൂടുതലായിട്ട് അമിതമായിട്ട് നമ്മളിവിടെ ആഗ്രഹിക്കും, അത് നമുക്ക് കിട്ടിയില്ല എങ്കിൽ കൂടുതലായിട്ട് വിഷമം അനുഭവിക്കുക അല്ലേ. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട്. പക്ഷെ ഇത് തീർച്ചയായിട്ടും ഇവിടെ വന്നു ചേരും, വരാതിരിക്കില്ല. നമുക്ക് അടുത്തതായിട്ട് നോക്കാം എന്താണ് വരാൻ പോകുന്നത്. നമുക്ക് നോക്കാം. നമുക്കത് നോക്കി നിൽക്കുന്നത് വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയാം. ഇവിടെ ഇൻഡ്യൂഷൻ പവർ ഉണ്ട്, കണ്ടില്ലേ? ഇൻഡ്യൂട്ടീവ് ആണ് നിങ്ങൾ. അപ്പൊ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വരുമോ ഇല്ലയോ നിങ്ങൾക്ക് തന്നെ സ്വയം അറിയാൻ കഴിയുന്നുണ്ട്. അത് വന്നു ചേരും എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് വന്നു ചേരും, ചേരാതിരിക്കില്ല. കാരണം അത് ഹൈപ്രീസ്റ്റസിന്റെ എനർജിയാണ്. ഹൈപ്രീസ്റ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരുപാട് അറിവുള്ള വ്യക്തിയാണ്. മനസ്സിലായി? അപ്പൊ നിങ്ങൾക്കും ഒരുപാട് അറിവുണ്ട്. ചില നിമിഷങ്ങളിൽ സംശയം വരുന്നു. അതാണ് ചില നിമിഷങ്ങളിൽ ഇപ്പോൾ എത്ര വിവരമുള്ളവരായാലും എത്ര ബോധമുള്ളവരായാലും ഒരുപാട് ദൈവാനുഗ്രഹമുള്ള ആൾക്കാരായാലും ചില നിമിഷങ്ങളിൽ എന്താണ് അത് ലഭിക്കുമോ എന്നുള്ള സംശയം മനസ്സിലുണ്ടാവും അല്ല. ചില കാര്യങ്ങളിൽ മനസ്സൊന്ന് പതറിപ്പോകും.
ആർക്കായാലും. അപ്പോൾ ഇവിടെ ഹൈ പ്രീസ്റ്റസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് നേടാനുള്ള കഴിവുണ്ട്. നിങ്ങൾക്ക് സ്വയം ഇൻഡ്യൂഷൻ ഉണ്ട്. ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണിപ്പോൾ. നിങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ചും അറിവുണ്ട്. നല്ലത് ഏതാണ് മോശം ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള കഴിവുള്ളപ്പോൾ നിങ്ങൾക്ക് സ്വയം അറിയാതെ എനിക്ക് ലഭിക്കുമോ ലഭിക്കുകയില്ലയോ, ഞാനിപ്പോൾ കാത്തിരിക്കുന്നത് എന്താണോ അത് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം അറിയാനുള്ള ഒരു കഴിവ് ഇവിടെ ഉണ്ടെന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഹൃദയം മുറിപ്പെട്ട അവസ്ഥയാണ്. നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിലെ ചില കാര്യങ്ങൾ ആലോചിച്ച് പലരും വിഷമിച്ചിരിക്കുന്നുണ്ട്. പലരും എന്താണ് പോയ ചില സംഭവങ്ങൾ, ജീവിതത്തിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ ഒക്കെയും ഓർത്തുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന എനർജി ഇവിടെയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ മറക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ ഒരു ഹൃദയം മുറിപ്പെട്ട ഒരു അവസ്ഥ, ഒരുപാട് വേദന അനുഭവിക്കുന്നത്, വിഷമം വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തായാലും ചിലപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടാവാം, ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളെ ഒരുപാട് ഹർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന ഒരുപാട് സംഭാഷണങ്ങൾ ഉണ്ടാവാം, ഒരുപാട് പ്രശ്നങ്ങൾ, ജീവിതത്തിൽ ചില നഷ്ടപ്പെടലുകൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളിൽ നിങ്ങൾ അതിനെ വിട്ടുപോകാൻ നിങ്ങൾക്ക് ഇവിടെ തയ്യാറല്ല. നിങ്ങൾ വീണ്ടും അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ പാസ്റ്റിലെ കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഓർത്തുകൊണ്ട് വിഷമിച്ചിരിക്കാൻ പാടില്ല. മനസ്സിലായി? പാസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞുപോയി. ഇത് പ്രസന്റിലാണ്. ഈ പ്രസന്റിലെ കാര്യങ്ങളിൽ എന്താണ് സന്തോഷം അനുഭവിക്കുക തന്നെ വേണം. നാളെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലായി? നാളെ എനിക്ക് അത് വരും ഇത് വരും എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം നാളത്തെ കാര്യം ഓർത്ത് പേടിച്ചിരുന്നു കഴിഞ്ഞാൽ ഇന്നത്തെ സന്തോഷം കൂടി അനുഭവിക്കാൻ പറ്റാതെ പോകും. മനസ്സിലായി? അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വിഷമങ്ങളെ നിങ്ങൾ മറികടന്ന് മുന്നോട്ട് വരിക തന്നെ വേണം. അല്ലെങ്കിൽ ഇതിനെ റിലീസ് ചെയ്യുക തന്നെയാണ് വേണ്ടത്. മറക്കാൻ ശ്രമിക്കുകയാണ് കൂടുതലായിട്ടും വേണ്ടത് എന്ന് കാണുന്നു. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് നല്ല ഉയർച്ച വരാൻ പോകും. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഈ ഒരു ഉയർച്ച വരുമെന്ന്. മനസ്സിലായി? നിങ്ങളിപ്പോൾ ഏതൊരു കാര്യത്തിനാണോ ഹാർഡ് വർക്ക് എടുക്കുന്നത്, എഫർട്ട് എടുത്ത് നോക്കിയിരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ ചില ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ ഉണ്ടാവാം, ചില ഇന്റർവ്യൂസിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവാം, ചിലപ്പോൾ ചില ജോലി കാര്യങ്ങൾക്ക് വേണ്ടി തയ്യാറെടുത്ത് നോക്കിയിരിക്കുന്ന അവസരം ഉണ്ടാവാം. പക്ഷെ അവിടെ നിങ്ങൾക്ക് നല്ല ഒരു ഉയർച്ച വരുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു താരമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതാണ് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് നിങ്ങൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് ചില നേട്ടങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ചില ഒരു മിറക്കിളായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന എനർജി ഇതാണ്. ഇതൊരു സ്റ്റാറിന്റെ എനർജിയാണ്. മനസ്സിലായി? നിങ്ങൾക്കൊരു താരമായി തിളങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? അതുപോലെ നിങ്ങളുടെ വെൽത്ത് എല്ലാം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആകുന്ന ഒരു സാഹചര്യം. ഹെൽത്തും വെൽത്തും ഇമ്പ്രൂവ് ആകണമെങ്കിൽ എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് അതുപോലെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേർന്നിട്ടാണ്. അപ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനായിട്ട് കഠിനാധ്വാനം ചെയ്തിരിക്കണം. അല്ലാതെ വെറുതെ ഒന്നും ലഭിക്കുകയില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പദവിയിലേക്ക് നീങ്ങാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. നമ്മളിപ്പം ഒരു കാർഡ് കൊണ്ട് എടുക്കാവേ. ഇവിടെ നിന്ന് നിങ്ങൾ കർമ്മ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു കർമ്മ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ 9 ഓഫ് സോർഡിന്റെ അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം വരും. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു അവസ്ഥയിലാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാറ്റം വരാൻ പോകുന്നുണ്ട്. 9 ഓഫ് സോർഡിന്റെ അവസ്ഥയാണ്. സോഡ്, എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം വരും. തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ഉറക്കമില്ലാത്ത ഒരവസ്ഥ, മറ്റുള്ളവരുടെ പരിഹാസം ഏറ്റിരിക്കുന്ന അവസ്ഥയാവാം ഇപ്പോൾ. ഈ ഒരു പരിഹാസം ഏറ്റിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അപവാദങ്ങൾ മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ടാവാം. നിങ്ങൾ ചിലപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അങ്ങനെയില്ല എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കളിയാക്കി പരിഹസിച്ച് ഒക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യമാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കപ്പിലാവാം. എന്തുകൊണ്ടോ നിങ്ങളിവിടെ നന്നായി വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നിന്നും അത് നിങ്ങളുടെ കർമ്മയാണ്. കർമ്മനിമിത്തമാണ്. കർമ്മ ഫേസ് ചെയ്യുന്നു. കർമ്മ റിലീസ് ആവാനുള്ള സമയമായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രമാത്രം വേദനിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കാൻ തുടങ്ങിയിരിക്കും. പുറത്തു കടക്കാനുള്ള സമയമായിരിക്കുന്നു. അതാണ് ഒരു മിറക്കിൾ പോലെ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് പറയുന്നത്.
അപ്പോൾ ഇതാണ് നിങ്ങൾ ഇപ്പോൾ മിറക്കിൾ പോലെ നിങ്ങളിലേക്ക് വരാനുള്ളത് നിങ്ങളുടെ ഉയർച്ച തന്നെയാണ്. നിങ്ങളുടെ സാമ്പത്തികമായ ഉയർച്ച, നിങ്ങളുടെ സാമൂഹികപരമായ ഉയർച്ച, നിങ്ങളുടെ സാംസ്കാരികപരമായ ഉയർച്ച, അതാണ് ഇവിടെ കാണുന്നത്. ഏതൊരു കാര്യത്തിലും നിങ്ങളുടെ ആരോഗ്യപരമായിട്ടും നിങ്ങൾക്ക് ഉയർച്ച വരാനുള്ള ഒരു സമയമാണെന്നാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്തിരുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കാർഡ് കുറച്ച് നമുക്ക് ഇത് നോക്കാവേ. ഏഞ്ചൽ മെസ്സേജസ് ആണ് നമുക്ക് നോക്കുന്നത്. സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് വളരെയധികം വ്യത്യാസം വരും. ഞാനിവിടെ പറഞ്ഞതല്ലേ ഉള്ളൂ, നമ്മൾ 9 ഓഫ് സോഡിന്റെ അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്നും വളരെയധികം വ്യത്യാസം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ല, അടുത്തായിട്ട് വന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. അവസരങ്ങൾ വരും നിങ്ങളിലേക്ക്, തീർച്ചയായിട്ടും അവസരങ്ങൾ വരും. അവസരങ്ങൾ വരാതിരിക്കില്ല. സ്റ്റാറിനെ പോലെ നിങ്ങൾക്ക് തിളങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ ഉയരത്തിലേക്ക് എത്തണമെങ്കിൽ എന്താണ്? അവസരം വരണം, വരാതിരിക്കില്ല. നിങ്ങളുടെ സിറ്റുവേഷൻ ഇംപ്രൂവ് ആകും, നിങ്ങളുടെ സാഹചര്യം ഒക്കെ ഒന്ന് മെച്ചപ്പെടുവാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ യെസ്, അതെ അതെ, നിങ്ങൾക്ക് ഉയർച്ച വരാൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള സമയമാണ്. അവസരങ്ങൾ നിങ്ങളിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വിശ്വസിക്കാവുന്നതാണ്. ഇനി നമുക്ക് സോൾ മെസ്സേജസ് ആണ് ഇവിടെ പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുവർ ഡീപ്പസ്റ്റ് ഡിസൈർസ് കൺസ്ട്രെയിൻ യു, ലെറ്റ് ദം ഗോ ടു ക്ലിയർ യുവർ മൈൻഡ്. നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ കാണും അല്ലേ? ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ആവാം. പക്ഷേ ഒരുപാട് ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ടിരുന്ന എല്ലാം കൂടെ സാധ്യമാകണമെന്ന് വിചാരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്, കാറാണോ മേടിക്കേണ്ടത്, അല്ലെങ്കിൽ വീടാണോ വേണ്ടത്, അല്ലെങ്കിൽ കയറി കിടക്കാനൊരു ഇടം, ചിലപ്പോൾ അതാവാം. ചിലപ്പോൾ നല്ലൊരു ജോലിയാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലേ? അപ്പോൾ ചിലപ്പോൾ വിവാഹം നടക്കാത്തവർക്ക് വിവാഹമായിരിക്കും ആഗ്രഹിക്കുന്നത്. എന്തായാലും ചിലപ്പോൾ ഒരു പുതിയ തുടക്കമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ഏത് കാര്യമാണോ നിങ്ങൾ അതൊന്ന് പരിമിതപ്പെടുത്തണം. പരിമിതപ്പെടുത്തുക എന്ന് പറയുമ്പോൾ എന്താണ്? അതിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കണം. എനിക്ക് ഇന്നതാണ് വേണ്ടത്. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്? എനിക്ക് ഇന്നതാണ് വേണ്ടത്, എനിക്കൊരു വീടാണ് വേണ്ടത്, എനിക്കൊരു വീട്, നല്ലൊരു വീട് ലഭിച്ചതിന് നന്ദി യൂണിവേഴ്സ്, താങ്ക് യു, ഐ ലവ് യു, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ താങ്ക് യു, എനിക്കത് ലഭിച്ചതിന് നന്ദി, നല്ലൊരു വീട് എനിക്ക് ലഭിച്ചതിന് നന്ദി എന്നാണ്. അപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ആഗ്രഹം എന്താണോ അതാണ് നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇവിടെ റിലീസ് യുവർ ക്രിയേറ്റീവ് എനർജീസ്, മേക്ക് യൂസ് ഓഫ് ദം ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള എനർജി എല്ലാവരിലും ഉണ്ട്. എല്ലാവർക്കും ഒരു ക്രിയേറ്റീവ് എനർജി ഉണ്ട്. മനസ്സിലായോ? എല്ലാവരിലും സേക്രൽ ചക്രയുടെ ആക്ടിവേഷൻ നടക്കും. പലർക്കും പല തരത്തിലാണെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ സേക്രൽ ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ടുവരുന്നത് എന്താണ്? ഒരു ക്രിയേറ്റീവ് എനർജിയാണ്. എല്ലാവർക്കും ദൈവാനുഗ്രഹമുണ്ട്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ട്. ജന്മനാ ചില കഴിവുകളുള്ള വ്യക്തികളുണ്ട്. അപ്പോൾ ഈ ഒരു കഴിവിനെ പലരും കാണാതെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കാണാതെ പോകരുത്. അതെന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ റിലീസാക്കുക. എന്നിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. അതിനെ ഉപയോഗപ്പെടുത്തണം. ഇപ്പോൾ ടീച്ചറാവാൻ കഴിവുള്ള ഒരാളിന് അതിനെ ഉപയോഗപ്പെടുത്തുക. അതിന്റെ കോഴ്സ് എന്താണോ അതിന് പഠിക്കാൻ പോവുക, ടീച്ചറാവുക. എനിക്കിപ്പോൾ ടാരോട്ട് റീഡ് ചെയ്യാനാണ് ആഗ്രഹം, ഞാൻ അതിനു വേണ്ടി പഠിച്ചു, അതിനു വേണ്ടി പ്രയത്നിച്ചു, അപ്പോൾ എനിക്കത് സഫലമായി. മനസ്സിലായി എന്ന് പറയുന്നത് പോലെ നിങ്ങളിൽ എന്താണോ കഴിവുള്ളത് അതിനെ നിങ്ങൾ റിലീസ് ചെയ്യുക, അതിനു വേണ്ടി പരിശ്രമിക്കുക. അപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു പവർ എന്താണെന്ന് നിങ്ങൾക്ക് കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത്. മനസ്സിലായി? ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിന് നല്ല ഒരു സമയമാണെന്നാണ് ഇവിടെ കാണുന്നത്. അടുത്തായിട്ട് വന്നിട്ട് ടൈം ഈസ് റൈറ്റ്, നിങ്ങളുടെ സമയം ശരിയാണ്, വളരെ നല്ല സമയമാണ്. 11 എന്നുള്ള നമ്പറാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏഞ്ചലിന്റെ മെസ്സേജാണ്, അല്ലെങ്കിൽ ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം. അപ്പോൾ സീസ് ദ ഡേ ആൻഡ് മേക്ക് പ്രോഗ്രസ് ഇൻ യുവർ സോൾ പാത്ത്. നിങ്ങളുടെ സോളിന്റെ വഴിയിലൂടെ പോവുക. അതിനെ നിങ്ങൾക്ക് ആ ഒരു വഴിയെ നിങ്ങൾക്ക് തെളിയിച്ചു പോകാം. അതിനെ ഒന്ന് പ്രോഗ്രസ് ചെയ്തെടുക്കാവുന്നതാണ്. മനസ്സിലായി? ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ നല്ലതാണ്. നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ഹാപ്പിനെസ് ആണ്. അപ്പോൾ ആ ഹാപ്പിനെസിന്റെ വഴിയെ വരൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് പാത്ത് ഈസ് ബീയിങ് റിവീൽഡ്. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അതിനെ നേരിടാൻ കഴിയുന്നില്ല. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വേറെ ആരുടെയെങ്കിലും കൂടെ സഹായം അന്വേഷിക്കേണ്ടതാണ്.
അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എന്നെ പോലെ എന്നോട് സ്നേഹമുള്ള മറ്റു പലരും ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് ദൈവികമായ ഒരു സ്നേഹമായിട്ട് കരുതാവുന്നതാണ്. നിങ്ങളുടെ മുൻപിൽ നിങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഏതെങ്കിലും പ്രശ്നമുണ്ടോ, അത് അപ്പോൾ തന്നെ അവിടെ നിന്നതിനെ മറികടക്കാൻ ശ്രമിക്കണം. മറ്റുള്ളവരുടെ സഹായം വേണമെങ്കിൽ അതിനും ശ്രമിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഫ്ലെയിംസ് ഓഫ് ഡിസയർ ലെറ്റ് ദം ഷൈൻ ഔട്ട് ദ റേഡിയൻ ലൈറ്റ് ആൻഡ് ഷൻ ഡാർക്ക് പാസ്. ഫ്ലെയിംസ് ഓഫ് ഡിസയർ, ഇവിടെ ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ? നമ്മളെല്ലാവരുടെയും മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഈ ആഗ്രഹത്തിന്റെ എന്താണ്? അവിടെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നടക്കുമോ? അതിനെ ജ്വലിപ്പിക്കണം. ആ ആഗ്രഹത്തെ ഒന്നുകൂടി ജ്വലിപ്പിക്കണം. അത് നമ്മൾ ഇപ്പോൾ തീയൊന്ന് ആളി കത്താൻ വേണ്ടി എന്താണ് അതിൻ്റെ കൂടെ ചിലപ്പോൾ എണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കർപ്പൂരം ഇടുക, അങ്ങനെയൊക്കെ തീയെ നമ്മൾ ആളി പടർത്തുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആളിക്കത്താൻ വേണ്ടി എന്താണ് വേണ്ടത് അത് ചെയ്യുകയാണ്. മനസ്സിലായോ? അപ്പോൾ ആഗ്രഹം ഉള്ളിലുണ്ട് എന്ന് കരുതിക്കൊണ്ട് ഒന്നും നടക്കുകയില്ല. എനിക്ക് ഒരു ടീച്ചർ ആവണം, അല്ലെങ്കിൽ ഒരു ടാറോ റീഡർ ആവണം എന്ന് കരുതിക്കൊണ്ട് ഞാനിവിടെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നടക്കുമോ? ഇല്ല. അതിനായിട്ട് നമ്മൾ പ്രയത്നിക്കണം. അതിനായിട്ട് നമ്മൾ എന്താണോ വേണ്ടത് ആദ്യം നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. അതിനായിട്ട് ഇതൊക്കെ ഡെക്കുകൾ വാങ്ങിക്കണം, ഇത് എന്തൊക്കെ സഹായമുണ്ടോ, റേറ്റ് പഠിക്കണം, ഇതെല്ലാം പഠിക്കണം. മെഡിറ്റേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി പല പല ഒരുക്കങ്ങൾ നടത്തണം അല്ലെ? എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ഒരു ആഗ്രഹത്തെ ജ്വലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരികയാണ് വേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ആഗ്രഹമുണ്ട്, തീവ്രമായിരിക്കണം ആഗ്രഹം. മനസ്സിലായി? തീവ്രമായ ആഗ്രഹം വേണം. ആഗ്രഹം ഉണ്ടാവോ എനിക്കത് വേണം എന്ന് പറഞ്ഞിരുന്നിട്ടില്ല, തീവ്രമായിട്ട് അത് നടക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഇവിടെ പലർക്കും ഷാഡോ ആണ്, കണ്ടോ? ഇവിടെ പലരും പല പഴയ രൂപത്തിൽ നിന്ന് മുന്നോട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും കണ്ടില്ലേ? ഇവിടെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വലി നിങ്ങൾ മുന്നോട്ട് കണക്റ്റ് ആകും. സ്പിരിച്വലായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി അറിവ് നേടി നിങ്ങൾ മുന്നോട്ട് വരികയാണ്. പഴയ രൂപത്തിൽ നിന്ന് നിങ്ങളൊരു പുതിയ രൂപത്തിലേക്ക് വരുന്നുണ്ട്. ഇതാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന മിറക്കിൾ. ഈ മാസം തന്നെ നിങ്ങൾക്ക് ഒരു മിറക്കിൾ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതാണ് കാരണം. നിങ്ങളുടെ രൂപം തന്നെ മാറാൻ തുടങ്ങുന്നു, നിങ്ങളുടെ ഭാവം മാറാൻ തുടങ്ങുന്നു, നിങ്ങൾ ആള് മാറാൻ തുടങ്ങുന്നു. മനസ്സിലായോ? പുതിയ ഒരാളായിട്ട് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ സന്തോഷമായില്ലേ? അപ്പോൾ ഇവിടെയോ റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? നിങ്ങളുടെ കഴിവിനെ തിരിച്ചറിഞ്ഞ് മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കും. നിങ്ങൾക്കുള്ള കഴിവ് എന്താണെന്ന് തിരിച്ചറിയാൻ തുടങ്ങുന്നതേ ഉള്ളൂ. നിങ്ങളിൽ ഒരുപാട് പേർക്കും കഴിവുണ്ട്. അപ്പം നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രയത്നങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ നല്ല കഴിവുള്ള വ്യക്തിയാവും. നിങ്ങളെ സമൂഹം അംഗീകരിക്കാനും ആദരിക്കാനും തുടങ്ങും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോഴാണ് നിങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങുന്നത്. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും തിരിച്ചറിയുമോ? ആരെങ്കിലും തിരിച്ചറിയുമോ? ഇല്ല. എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ മാത്രമല്ലേ തിരിച്ചറിയൂ എന്ന് പറഞ്ഞതുപോലെയാണ് ഇത്. ഇവിടെയോ നിങ്ങൾക്ക് സ്പിരിച്വൽ യൂണിയൻ, തീർച്ചയായിട്ടും ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടോ? ഇവിടെ ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രതിസന്ധി കണ്ടില്ലേ? ഇവിടെ ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുമ്പോൾ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും കാണാതിരിക്കരുത്. മനസ്സിലായി? പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്, കാണാതെ ഇരിക്കരുത്. അത് നാളെ ഒഴിഞ്ഞു പോകും, മറ്റന്നാൾ ഒഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല. പ്രശ്നങ്ങളെ മറികടക്കാൻ ശ്രമിക്കണം. അതിനെന്താണോ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടെത്താൻ ശ്രമിക്കണം. മനസ്സിലായി? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നമാകും. അത് സാമ്പത്തികമായിട്ട് എനിക്ക് പ്രശ്നമുണ്ട്, അത് ആരോടെങ്കിലും തിരിച്ചു മറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്തിട്ടോ നമുക്കത് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ആ ഒരു പ്രശ്നത്തെ തൽക്കാലം സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല വാക്കുകൾ പറഞ്ഞെങ്കിലും തൽക്കാലം അവിടെ നിന്ന് നമുക്കതിനെ ഒന്ന് ആ പ്രശ്നത്തെ ഒന്ന് മറികടക്കാൻ ശ്രമിക്കാം. ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മറിച്ച് നമ്മളൊരു റൂമിന്റെ മൂലയിൽ പോയി ഇരുന്ന് കഴിഞ്ഞാലോ പേടിച്ച് വരണ്ട, ഒന്നും നടക്കില്ല. അപ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ അങ്ങനെയുള്ളവൻ എന്താണ് ഉള്ള ആൾക്കാരെ ഭീരുവെന്നാണ് പറയുന്നത്. പേടിച്ച് ജീവിതത്തിൽ നിന്ന് പേടിച്ചോടുക. മനസ്സിലായോ? അപ്പോൾ അത് പാടില്ല. ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ മുന്നോട്ട് ഇറങ്ങുകയാണ് വേണ്ടത്. സധൈര്യം, ധൈര്യത്തോടുകൂടി മുന്നോട്ട് വരിക. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണോ ഞാനിവിടെ ചെയ്തിരിക്കും, എനിക്കിവിടെ വിജയം വേണം, ഞാനിതിനെ മറികടക്കും എന്നുള്ള തീരുമാനം അത്യാവശ്യമായിട്ടും എടുക്കേണ്ടതാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്ന എനർജിയാണ്. ഇവിടെ 2 എന്നുള്ള നമ്പറാണ്. ഇവിടെ 2 വന്നിട്ടുണ്ട്. കണ്ടില്ലേ? പലർക്കും ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്നു. കാരണം സ്പിരിച്വലായിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പലരും. അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഇവിടെ സ്പിരിച്വൽ യൂണിയനാണ് പലർക്കും. സോൾമേറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ടിൻ ഫ്ലെയിം കണക്ഷൻ, നിങ്ങളോട് കണക്ഷനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സോളുമായിട്ട് നന്നായിട്ട് കണക്റ്റ് ആയിട്ടുള്ളത് ഏത് വ്യക്തിയാണോ നിങ്ങൾക്ക് ഈ സമയത്ത് കണ്ടെത്താൻ സാധിക്കും.
തിരിച്ചറിയാൻ സാധിക്കും. നിങ്ങൾക്ക് അത്തരത്തിലുള്ള വ്യക്തികളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തിരിച്ചറിഞ്ഞ് നല്ലൊരു ലൈഫിലേക്ക് പോകാനും കഴിയും. അതുപോലെ തന്നെ നല്ലതുപോലെ ദൈവാനുഗ്രഹം വരുന്ന സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നു. നമുക്ക് മെമ്മറീസ് ഓഫ് ലവ് ആണ്. പഴയ ഓർമ്മകളിൽ താലോലിക്കുന്ന ഒരു സമയം. ചിലപ്പോൾ സിൻസിയറായ ലവ്, അതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു, ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ പഴയ ചില ഓർമ്മകളെ ഇവിടെ താലോലിക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ നമ്മുടെ മൂണോളജി, ഇപ്പോൾ നമുക്ക് ന്യൂ മൂണിൻ്റെ അമാവാസിയുടെ എനർജിയൊക്കെ നടക്കുന്ന സമയമല്ലേ. അപ്പോൾ ഇവിടെ പ്രോസ്പെറിറ്റി ഹെഡാണ്. പ്രോസ്പെറിറ്റി, ഐശ്വര്യം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. പല ആൾക്കാർക്കും കൂടുതലായിട്ട് ടോറസ് ആണ്, ന്യൂ മൂണിൻ ടോറസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ പലർക്കും അമാവാസിയുടെ എനർജിയിൽ ഒരുപാട് ഐശ്വര്യം വരുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഈസ് കീ. ന്യൂമോണിക് ജെമിനിയാണ് കമ്മ്യൂണിക്കേഷൻ ഈസ് കീ എന്ന് പറയുന്നുണ്ട്. എവിടെയായാലും സംസാരിക്കേണ്ടിടത്ത് നല്ലതായിട്ട് തുറന്ന് സംസാരിക്കണം, ഓപ്പണായിട്ട് സംസാരിക്കുക, ക്ലിയറായിട്ട് സംസാരിക്കുക. അത് ഏറ്റവും അത്യാവശ്യമാണ്. ആശയവിനിമയത്തിന്റെ കുഴപ്പം കൊണ്ടൊരു പരാജയം നിങ്ങൾക്ക് വരാൻ പാടില്ല. ഞാനത് ശരിക്കും പറഞ്ഞില്ല, പറയാൻ പറ്റാഞ്ഞത് കൊണ്ടാണ് എനിക്ക് തോൽവി എന്ന് വിചാരിക്കാൻ പാടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. എ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ്. പുതിയതായിട്ടൊരു റൊമാൻറ്റിക് സൈക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങാൻ പോകുന്നു. പുതിയൊരു പ്രണയം തുടങ്ങാൻ പോകുന്നു. മനസ്സിലായി? ഈ ഒരു പുതിയ പ്രണയത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വീടാവാം, അല്ലെങ്കിൽ വാഹനമാവാം, അല്ലെങ്കിൽ ഒരു വിവാഹമാവാം. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സാധ്യമാകുന്ന എനർജിയുണ്ട്. പലതരത്തിലും നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിറക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ചില ആൾക്കാർ നിങ്ങളോട് കൂട്ടുകൂടാൻ വരുന്നുണ്ട്, നിങ്ങളോട് പങ്കാളിയാവാൻ വരുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഐശ്വര്യത്തിലേക്ക് പോകാനും കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. അപ്പോൾ അടുത്തതായിട്ട് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നമുക്ക് നോക്കാം. സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തിരുന്നത് ഇതാണല്ലോ, അല്ലേ? ബുധനെയാണ്, സോറി ബുധനല്ല, കുബേരന്. അപ്പോൾ നമുക്ക് നോക്കാം സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നവർക്ക് എന്ത് മിറക്കിളാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഏസ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. പുതിയതായിട്ട് നിങ്ങൾ എന്തോ തുടങ്ങാൻ പോകുന്നുണ്ട്. ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. അതിനായിട്ടായിരിക്കണം നിങ്ങളിത് ഇവിടെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നല്ലതുപോലെ എഫേർട്ട് എടുത്തിട്ടുള്ളത്. എന്തോ ഒരു കാര്യം പുതിയതായിട്ട് തുടങ്ങാൻ വേണ്ടി മാത്രമാണ്. അതിവിടെ നിങ്ങൾക്ക് സാധ്യമായി കിട്ടുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മിറക്കിളായിട്ട് വരുന്നത്. ഇതിനിവിടെ നിങ്ങൾക്ക് ഇവിടെ ദൈവികമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഇവിടെ ഈ ഒരു ദൈവികമായ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങളെ തരുന്നതാണ്, ഐശ്വര്യം വർദ്ധിപ്പിച്ചു തരുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ടവർ മൊമെന്റ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം. ഒരു ടവർ മൊമെന്റ് വന്നിട്ടുണ്ടാവാം. കാരണം ആവശ്യമില്ലാത്ത നാശനഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. അപ്രതീക്ഷിതമായിട്ട്, അവിചാരിതമായിട്ടായിരിക്കാം പലതും നഷ്ടപ്പെട്ടത്, അല്ലെ? നമ്മൾ നോക്കിയിരിക്കെ നമ്മളുടെ ചിലപ്പോൾ വണ്ടി നാശമാവുന്നത്, വണ്ടി നഷ്ടപ്പെട്ടു, നമ്മുടെ വാഹനം നഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടം നമുക്ക് വരും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലായിരിക്കും ആരെങ്കിലും കരഞ്ഞു പറഞ്ഞ് നമ്മളോട് വന്ന് ചോദിക്കുന്നത്, നമ്മൾ കൊടുത്തിട്ട് അത് ചിലപ്പോൾ നഷ്ടപ്പെടുന്ന എനർജി. അതുമല്ല എങ്കിൽ ചിലപ്പോൾ നമ്മളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ, എത്രയായാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അവിചാരിതമായിട്ട് നടന്നിട്ടുണ്ടാവും. അവിടെ നിന്ന് നിങ്ങൾക്ക് പക്ഷെ ഒരു മാറ്റമാണ് വരുന്നത്. നിങ്ങൾ അവിടെ അങ്ങനെ ഇരിക്കില്ല. തോൽവി എപ്പോഴും ഒരു പരാജയത്തിന്റെ തോൽവി എപ്പോഴും എന്താണ് വിജയത്തിന്റെ മുന്നോടിയായിട്ട് വരുന്നതാണ്. മനസ്സിലായി? പരാജയം എപ്പോഴും വിജയത്തിന്റെ മുന്നോടിയായിട്ടാണ് വരുന്നത്. ഈ ഒരു വലിയ പരാജയത്തിൽ നിന്നാണ് നിങ്ങൾക്ക് വലിയൊരു വിജയത്തിലേക്ക് വരാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പൊ അവിടെ നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ്. വളരെ നല്ല ചേഞ്ചോടുകൂടി ട്രാൻസ്ഫോർമേഷനാണ് ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. സ്കോർപിയോ എനർജിയാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും എന്നാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ മാറ്റങ്ങൾ വരും. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ജോലി നിങ്ങൾക്ക് ലഭിക്കും. സാമ്പത്തികപരമായ ഒരു അഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നുണ്ട്. ആരോ നിങ്ങൾക്ക് സാമ്പത്തികം വെച്ച് നീട്ടുന്ന എനർജി ഉണ്ട് ഇവിടെ.
കിട്ടും. നിങ്ങൾ ചിലപ്പോൾ കടം ചോദിച്ച ചില ആൾക്കാർ ഇപ്പോൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു മിറക്കിൾ എന്ന പോലെ ഒരു അതിശയം നിങ്ങൾ വിചാരിച്ചു കാണും അത് കിട്ടില്ല, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ, കടം കൊടുത്തത് ചിലപ്പോൾ തിരിച്ചു കിട്ടില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും. അതിനെ എഴുതി തള്ളിയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ അത് പല വേലകൾ ചെയ്ത പല തരത്തിലുള്ള എഫേർട്ട് എടുത്തിട്ട് അത് നേടാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മിറക്കിൾ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. ത്രീ ഓഫ് കപ്സിന്റെ എനർജിയാണ്. വളരെയധികം സന്തോഷം അനുഭവിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഈ ഒരു മന്ത് എന്നാണ് കാണുന്നത്. സന്തോഷം എന്ന് പറയുമ്പോൾ ഏതൊരു കാര്യത്തിലും സന്തോഷമാകാം. ചിലപ്പോൾ ചില ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ, ചിലപ്പോൾ വീട്ടിൽ വിവാഹം നടക്കുന്നത്, വീട് വാങ്ങിക്കുന്നത്, കുട്ടികളുടെ ജനനം ഒക്കെയും നിങ്ങൾക്കിവിടെ സന്തോഷമുള്ള ചില കാര്യങ്ങളാവാം ഈ ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ്. പിന്നെ ഒരുപാട് സന്തോഷം വരുമ്പോൾ നിങ്ങൾ മറന്ന് ആഹ്ലാദിക്കാനും പാടില്ല. മനസ്സിലായോ? ഒന്ന് ബാലൻസ് ചെയ്ത് വേണം പോകാൻ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടുപോകാം. നിങ്ങളെ ചിലപ്പോൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടാവാം. അതിൽ നിങ്ങൾ ചിലപ്പോൾ ദുഃഖം അനുഭവിച്ചു, അത് കളഞ്ഞു, പോട്ടെ, സാരമില്ല. പക്ഷെ നിങ്ങൾക്കും അതുപോലെ തന്നെ ആവശ്യമില്ലാത്തതിന് ഇപ്പോൾ നിങ്ങൾ ഒത്തിരി വിഷമം അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഈ കാര്യങ്ങളെ നിങ്ങൾക്കിവിടെ നിഷ്പ്രയാസം, നിങ്ങളത് എങ്ങനെ ഒഴിവാക്കും, എങ്ങനെ എനിക്ക് അവിടെ നിന്ന് റിമൂവ് ആകാൻ പറ്റും എന്ന് കരുതി ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അതുപോലെ മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങൾ, എങ്ങനെ ഇവിടെ നിന്നും എനിക്കതിനെ ഒന്ന് മറികടക്കാൻ സാധിക്കും എന്നോർത്തിട്ട് വളരെയധികം വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു മോചനം ലഭിക്കും എന്നുള്ളതാണ്. ഒരു മിറക്കിൾ പോലെ നിങ്ങൾക്കിത് സംഭവിക്കും. കാരണം കളയേണ്ടതിനെ നിങ്ങൾക്ക് കളയാൻ സാധിക്കും, ഉപേക്ഷിക്കേണ്ടതിനെ നിഷ്പ്രയാസം ഉപേക്ഷിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. ഇവിടെ ഏസ് ഓഫ് കപ്സിന്റെ എനർജി കണ്ടില്ലേ? പുതിയ തുടക്കം, പുതിയ ചില സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. കണ്ടോ? പുതിയ ചില തുടക്കങ്ങൾ. അതുപോലെ ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്. കണ്ടില്ലേ? പഞ്ചേന്ദ്രിയങ്ങൾ നിറഞ്ഞു കവിയുന്ന ഒരു പ്രണയം. അവിടെ പീസ്, സമാധാനം വരുന്നുണ്ട്. സമാധാനത്തിന്റെ സന്ദേശവാഹകനായിട്ട് വെള്ളരിപ്രാവ് വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനം കൊണ്ടുവരും, സന്തോഷം കൊണ്ടുവരും. അപ്പോൾ ആവശ്യമില്ലാത്തതിനെ നിങ്ങൾ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ പുതിയ ചില നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ പുതിയ പ്രണയമാവാം, പഴയ ആൾക്കാർ ചിലപ്പോൾ വന്നു ചേരുന്നതാവാം. മനസ്സിലായോ? എന്തായാലും ഒരുപാട് തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. പുതിയ വീടാവാം, വാഹനമാകാം, എന്തുമാകാം, പ്രണയമാകാം, വിവാഹമാകാം. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഒരു മിറക്കിൾ പോലെ നിങ്ങളെ അതിശയിപ്പിച്ചു കൊണ്ടുവരുന്ന എനർജിയാണ്. ഇവിടെ നിങ്ങൾക്ക് ജോലി കിട്ടും. ജോലി നോക്കിയിരിക്കുന്നവർക്ക് ജോലി കിട്ടും. കഷ്ടപ്പെട്ടായാലും സാമ്പത്തികം ഉണ്ടാക്കണം എനിക്ക്, അല്ലെങ്കിൽ സാമ്പത്തികമായി എനിക്കൊരു അഭിവൃദ്ധി നേടണം എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് അതുപോലെയുള്ള മാറ്റം വരാൻ തുടങ്ങുന്നുണ്ട്. പുതിയ ജോലി നിങ്ങളിലേക്ക് ആർക്കെങ്കിലുമൊക്കെ പുതിയ ജോലി ലഭിക്കാൻ തുടങ്ങുന്നുണ്ട്. അതുപോലെ പേജ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി ഉണ്ട്. സാമ്പത്തികപരമായ അഭിവൃദ്ധിയും പുതിയ ജോലിയും നിങ്ങളിലേക്ക് വരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഇനി എന്താണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് കാണാം. കണ്ടില്ലേ? ഇവിടെ വരുന്നത് എന്താണ്? ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്ന ചില സാഹചര്യങ്ങൾ, ഒത്തിരി ചുമതലകൾ നിങ്ങൾ വഹിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളുടെ നടു ഒടിയുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലേ? ഒത്തിരി ഭാരം, റെസ്പോൺസിബിലിറ്റീസ് എല്ലാം കൂടെ നിങ്ങളുടെ തലയിൽ, ഒരു കുടുംബത്തിന്റെ മുഴുവനും ഉത്തരവാദിത്തം, ചുമതല എല്ലാം നിങ്ങളുടെ തലയിലാണെങ്കിൽ എന്താ ചെയ്യുന്നത്? നിങ്ങൾ വിചാരിക്കുമോ എങ്ങനെയെങ്കിലും ഇതൊന്ന് താഴെ വെച്ചിരുന്നെങ്കിൽ? അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അവിടെ അതിനെ ഓവർകം ചെയ്യാൻ കഴിയും. എന്നിട്ടോ നിങ്ങൾ പുതിയൊരു നല്ല ലൈഫിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വീണ്ടും ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ ഹെറോഫന്റ് എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് അറിവുകൾ നേടാനുള്ളത്. നിങ്ങൾക്കിവിടെ ഇപ്പോൾ ഒരുപാട് അറിവുകൾ നേടാനുള്ള ഒരു സമയമാണെന്നാണ് കാണുന്നത്. പലരും അതിനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മോട്ടിവേഷണൽ വേർഡ്സ് ഒക്കെ നിങ്ങൾ പറയുന്നുണ്ടാവാം. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അതേപോലെ നിങ്ങൾ
മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ലതും മോശവും ഒക്കെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഡിവൈൻ മസ്കുലിൻ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മംഗളകരമായ ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ലീഡർഷിപ്പ് ലീഡറാവാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കിയ ആൾക്കാർ നിങ്ങളെ ക്ഷണിക്കുന്ന എനർജിയാണ്. ഒരുപാട് കാര്യങ്ങൾക്ക് മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ കഴിയുന്നു എന്നുള്ളതാണ്. ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളെ മറ്റുള്ളവർ തിരിച്ചറിയുന്നു. അത് തന്നെ വലിയ ഒരു മിറക്കിളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 10 കാർഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കാം നമുക്ക്. നോ നീഡ് ടു വറി എന്നാണ് ഏഞ്ചലിന്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. എന്താണ് നോ നീഡ് ടു വറി? ഒന്നുകൊണ്ടും വിഷമിക്കാനില്ല. കാരണം എന്താണ്, സ്പിരിച്വലായിട്ടൊരു കണക്ഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒന്നുകൊണ്ടും വിഷമിക്കാനില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം പല കാര്യങ്ങളും തിരിച്ചറിയാനുള്ള ഒരു കഴിവ്, ഒരു വിവേചന ശക്തി നിങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിഷമിക്കാനുള്ള കാര്യം ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അതുപോലെ മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൊണ്ടുതരുന്നതായിരിക്കും. മനസ്സിലായോ? ഒരുപാട് പേരൊക്കെ മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജി ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യൂ, അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്ന്. എ ഇയർ ഫ്രം നൗ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിപ്പോൾ എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് 1 വർഷത്തിനകം സാധ്യമായി കിട്ടുന്നതാണ്. ഇറ്റ് ഈസ് ടൈം ഫോർ എ ചേഞ്ച്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മാറ്റം വരാനുള്ള സമയമായിരിക്കുന്നു. കണ്ടില്ലേ, ഒരു മാറ്റത്തിനുള്ള സമയമായിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. ആ മാറ്റത്തെ ഡു നോട്ട് വെയിറ്റ്. നിങ്ങൾ കാത്തു നിൽക്കണ്ട, ഡിസിഷൻ എടുക്കാൻ താമസിക്കുകയും വരുക, കേട്ടല്ലോ. അപ്പോൾ ആ മാറ്റം വന്നോട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കണ്ട, തീരുമാനങ്ങൾ എടുക്കാൻ വൈകുകയും ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേഞ്ച് വരുന്നുണ്ട്. ആ ചേഞ്ചിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം എന്നാണ്. ഈ മെസ്സേജ് ഇസ് ട്രൈങ് ടു റീച്ച് യു. ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് ഇപ്പോൾ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷത്തിലുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിനായിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഉടനെ തന്നെ വരുന്നതായിരിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു മാറ്റമാണ്. 37 ആണ് നമ്പർ. 3 + 7 10 ആണ്. 10 എന്ന് പറയുമ്പോൾ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ വരുന്നുണ്ട്. പ്രൊട്ടക്റ്റ് വാട്ട് യു ലവ്. നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത് കേട്ടോ. പ്രൊട്ടക്റ്റ് വാട്ട് യു ലവ്. നിങ്ങൾ എന്താണ് സ്നേഹിക്കുന്നത് അതിനെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. എന്തിനെയാണോ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുന്നത്, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ജോലിയാവാം, അതുമല്ല എങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ചിലപ്പോൾ ചില വ്യക്തിബന്ധങ്ങളാവാം, അല്ല എങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിനെയാണോ അതിനെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, സംരക്ഷിച്ച് കൊണ്ടുപോകാൻ മുന്നോട്ട്. പെട്ടെന്ന് അതിനെ അവിടെ നിന്നും ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദ ടൈം ഫോർ റൊമാൻസ് ഹാസ് കം. റൊമാൻസിന്റെ വരവിനുള്ള സമയമായിരിക്കുന്നു. ഒരു റൊമാൻസ് വരും നിങ്ങളിലേക്ക്. ഏസ് ഓഫ് കപ്സിന്റെ എനർജി ഞാൻ പറഞ്ഞില്ലേ. ഏസ് ഓഫ് കപ്സ് വന്നു കഴിഞ്ഞാൽ എന്താണ്, ഒരു റൊമാൻറ്റിക് ടൈമാണ്, ഒരു റൊമാൻറ്റിക് ലവ് നിങ്ങളിലേക്ക് വരാനുള്ള സമയമായിട്ടുണ്ട്. പ്രണയം, പുതിയൊരു പ്രണയം നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെയും പറയുന്നത്. എന്താണ്, അതിനുള്ള സമയം ആയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. റെക്കഗ്നൈസ് ഡെസ്പെയർ ആസ് ആൻ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളിലുള്ള നിരാശയാണ് ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കം വരുന്നത്. നിങ്ങൾ എവിടെ അപഹസിക്കപ്പെട്ടോ, അപവാദം ആരിൽ നിന്നും കേട്ടോ, നിരാശയിൽ ഒരുപാട് കാലം കഴിഞ്ഞോ, പക്ഷെ അവിടെ ഒരു തുടക്കമാണ്, നല്ലൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരും തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ നിന്നുമാണ് നിങ്ങളുടെ നല്ല ജീവിതത്തിലേക്കുള്ള നല്ല നല്ല അവസരങ്ങൾക്കുള്ള സമയമായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായി? അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് പുതിയ തുടക്കം വരും. അല്ലാതെ എന്നെ അവർ കളിയാക്കി അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാം, മനസ്സിലായോ? ചിലർക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ട് ഒരുപാട് വിഷമം ഉണ്ടാകുമ്പോൾ എന്താണ് തീരുമാനിക്കുകയാണ്, ഓ എനിക്കിനി ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല, എന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അങ്ങനെയല്ല, മനസ്സിലായി? അത്രയും നിരാശ കൊണ്ട് നടക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കണം. നിങ്ങൾക്ക് വാശിയോടുകൂടി മുന്നോട്ട് വരണം. മനസ്സിലായോ? അവിടെ നിന്നാണ് നിങ്ങൾക്ക് വാശി വേണ്ടത്. വാശിയില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു വിജയം വരില്ല. മനസ്സിലായി? എത്ര മഹാന്മാര് ഒരുപാട് കഷ്ടതകളിൽ നിന്നല്ലേ ഉയർന്നു വന്നിട്ടുള്ളത്. ഒത്തിരി അപഹാസ്യങ്ങൾ അവരും സഹിച്ചിട്ടുണ്ടാവും, നിരാശകളിൽ കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരുടെ പരിഹാസം ഏറ്റിട്ട്, മറ്റുള്ളവരുടെ പരിഹാസം എപ്പോഴേൽക്കുന്നു അവിടെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു പ്രവണത ഉണ്ടാകുന്ന ഒരു പ്രചോദനം. അതിനായിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് സമയം ഒരുക്കി തരികയാണ്.
മനസ്സിലായോ? യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിനുള്ള സമയം ഒരുക്കി തരികയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം വേണം, നിങ്ങളിൽ കളങ്കമില്ല, അതുകൊണ്ട് നിങ്ങളെ ഉയർത്തി കൊണ്ടുവന്നേ മതിയാകൂ എന്ന് യൂണിവേഴ്സ് തീരുമാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളും അവിടെ തളരാൻ പാടില്ല. മനസ്സിലായി? ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് അങ്ങനെ വിഷമിച്ചിരിക്കാൻ ഒരിക്കലും പാടില്ല. മനസ്സിലായി? അവിടെ നിന്ന് വാശിയോടുകൂടി മുന്നോട്ട് വരാൻ ശ്രമിക്കുക, അതാണ് വേണ്ടത്. അപ്പോഴാണ് നമുക്ക് വിജയിക്കാൻ ഉള്ള ത്വര വരുന്നത്. അപ്പോൾ നമ്മൾ വിജയത്തിലേക്ക് കടക്കുക തന്നെ ചെയ്യും. ഇവിടെയോ മെന്റൽ കോൺഫ്ലിക്റ്റ് ആണ്. മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന സമയമുണ്ടാവും, അതെല്ലാവർക്കും വരും. മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദം അനുഭവിക്കുന്ന സമയങ്ങളിൽ നിന്ന് നമുക്ക് മുന്നോട്ട് വരാനുള്ള കഴിവുണ്ടാവണം. അല്ലാതെ എപ്പോഴും ആ ഒരു സമ്മർദ്ദത്തിന് അടിമപ്പെട്ടിരിക്കാൻ പാടില്ല. ഇവിടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷനാണ്. മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് മൂന്നാമതായി വരുന്ന ചക്രയാണ് സോളാർ പ്ലക്സസ് ചക്ര. ഫസ്റ്റ് റൂട്ട് ചക്ര, സെക്കൻഡ് സേക്രല്, മൂന്നാമത്തേത് സോളാർ പ്ലക്സ്. ഈ ഒരു ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുന്നത് ഒത്തിരി ഐശ്വര്യം തരുന്നതാണ്. മനസ്സിലായി? അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക, തീർച്ചയായിട്ടും ഈ ഒരു ചക്രയെ മനസ്സിൽ കാണുക, ഈ ഒരു ചക്രയിൽ നിന്ന് മഞ്ഞ പ്രകാശം വരുന്നതായിട്ട് കണ്ട് ശ്വാസം എടുക്കുക, ശ്വാസം വിടുക, അങ്ങനെ നോർമൽ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും വന്നു ചേരുന്നതാണ്. ഇവിടെ ന്യൂ ബിഗിനിങ്സ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ. കണ്ടോ? പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലും വരും. പറഞ്ഞില്ലേ, ഇത്രമാത്രം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾക്കൊരു മിറക്കിൾ പോലെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഒരു തുടക്കം വരും. അതൊരു വിജയത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ്. സ്പിരിച്വലായിട്ട് സ്ട്രെങ്ത് കുറച്ചുകൂടി നിങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നത് അത്യാവശ്യം. വർദ്ധിപ്പിച്ചു കൊണ്ടുവരണം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ട്, പക്ഷെ കുറച്ചുകൂടി അതിനെ കൂട്ടിക്കൊണ്ടുവരൂ എന്നാണ് ഇവിടെ പറയുന്നത്. കുറച്ചുകൂടി കൂട്ടിയെടുക്കണം, അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ റെസ്റ്റ് ആൻഡ് റെജുവിനേറ്റ് ആണ്. ഒന്ന് റെസ്റ്റ് എടുക്കുന്നു, വീണ്ടും തളിർത്തു കൊടുത്ത് മുന്നോട്ട് വരുന്നുണ്ട്. മനസ്സിലായി? ജീവിതം അങ്ങനെയാണ് പലപ്പോഴും. ഒരു റെസ്റ്റ് കഴിഞ്ഞിട്ട് എന്താണ്, വീണ്ടും ഉന്മേഷത്തോടു കൂടി മുന്നോട്ട് പല കാര്യങ്ങളിലേക്കും തുടക്കം കുറിക്കാൻ അതിന് കഴിയണം. മനസ്സിലായി? പാമ്പുകൾ പടം പൊഴിച്ചിട്ട് എന്താണ്, വീണ്ടും ഉന്മേഷത്തോടു കൂടി വരുന്നുണ്ട്. വൃക്ഷങ്ങൾ ഇല കൊഴിച്ചിട്ട് വീണ്ടും നല്ല തളിർത്ത് കൊഴുത്ത ഇലകൾ വരും, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോഴെന്താണ്, നവജീവൻ വെച്ചിട്ടാണ് അത് മുന്നോട്ട് വരുന്നത് എന്ന് പറയുന്ന പോലെ നിങ്ങൾക്കും ഒരു നവജീവൻ വെക്കാനുള്ള സമയം ആയിരിക്കുന്നു. ഒരു പുതിയ തുടക്കവും വരാനുള്ള സമയം ആയിരിക്കുന്നു. ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ്. ഇവിടെയും സ്നേഹം അങ്ങോട്ട് കൊടുക്കാനും സ്നേഹം ഇങ്ങോട്ടും. അതുപോലെ തന്നെ 7 ചക്രാസിൽ മിഡിൽ ചക്രയാണ് ഹാർട്ട് ചക്ര എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് അപ്പർ ചക്രാസും ലോവർ ചക്രാസും കുറച്ചൊന്ന് ബാലൻസ് ആവും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാറിൻ്റെ പദവിയിലേക്ക് വരാൻ കഴിയും. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സാധ്യമായി എടുക്കാൻ കഴിയും. അതുപോലെ സാമ്പത്തികപരമായിട്ടും സാംസ്കാരികമായിട്ടും സാമൂഹികമായി എന്ത് കാര്യത്തിലാണോ നിങ്ങൾക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അവിടെ നിങ്ങൾക്കൊരു മിറക്കിൾ സംഭവിക്കുന്നതായിരിക്കും. ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് ആക്ഷൻ. അതെ, ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കാനുള്ള സമയമായിരിക്കുന്നു. മൗനം പാലിച്ചിരിക്കേണ്ട സമയമല്ല ഇത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഏത് പ്രശ്നങ്ങളാണോ, ഏത് പ്രതിസന്ധിയാണോ മറികടക്കേണ്ടത്, ഇവിടെ അതിനുള്ള സമയമായിരിക്കുന്നു. വേസ്റ്റാക്കാൻ പാടില്ല, ടൈം വേസ്റ്റാക്കാൻ പാടില്ല. സമയത്തിന് വിലയുണ്ട്, എല്ലാവരുടെ സമയത്തിന് വിലയുണ്ട്. നമുക്ക് ഈ പോയ സമയമൊന്നും നാളെ നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല. മനസ്സിലായോ? സാമ്പത്തികം പോയാൽ ചിലപ്പോൾ നമുക്ക് നാളെ അത് ലഭിച്ചേക്കാം, പക്ഷെ ഇന്ന് പോകുന്ന ഈ സമയം നമുക്ക് നാളെ തിരിച്ചു കിട്ടത്തില്ല. അതുകൊണ്ട് ഓരോ നിമിഷവും വിലയുണ്ട്. ഓരോ നിമിഷവും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാക്കാൻ വേണ്ടി പ്രയത്നിക്കുകയാണ് വേണ്ടത്. എക്സ്പെക്ട് പവർഫുൾ ചേഞ്ച്. അതെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പവർഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് വരും എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ന്യൂമൂണാണ്, ഇവിടെ അമാവാസിയുടെ എനർജിയാണ്, കണ്ടില്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം. അത് വരുന്നുണ്ട്. ഇവിടെയോ ബ്രിങ് ലവ് ഇൻ ടു ദ സിറ്റുവേഷൻ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്നേഹം കൊണ്ടുവരാം. സ്നേഹം കൊണ്ടുവരണം. സ്നേഹമില്ലാതെ ഉള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് വളരെ വിരസമായി പോകും. ആദ്യം നമ്മൾ സ്വയം സ്നേഹിക്കുക. മനസ്സിലായോ? ഐ ലവ് യു. മനസ്സിലായോ? ഐ ലവ് മീ എന്ന് പറയുന്ന, ഐ ലവ് മീ, ഐ ലവ് യു എന്ന് പറയുന്ന പോലെ ഐ ലവ് മീ എന്നും വേണമെങ്കിൽ പറയുക. തീർച്ചയായിട്ടും. അപ്പോൾ സ്വന്തം ശരീരത്തോടെ, സ്വന്തം അസ്തിത്വത്തോടെ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമുക്കൊരു ഇമേജ് ഉണ്ടല്ലോ, നമ്മളുടെ സ്വന്തം കഴിവുകളുണ്ട് നമുക്ക്. അതിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യുക ഇടയ്ക്കിടെ. ഞാൻ പവർഫുൾ ആണ്, ഞാൻ സക്സസ് ആണ്, ഐ ആം അബണ്ടന്റ്, എല്ലാം നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്.
മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ പറയുന്തോറും നിങ്ങൾക്ക് കുറച്ചുകൂടി എനർജി കൂടി വരുന്ന ഒരു ലെവലിലേക്ക് മാറാൻ സാധിക്കും. എനിക്ക് നല്ല കഴിവുണ്ട്, ഞാൻ കേപ്പബിൾ ആണ്, ഞാൻ പെർഫെക്റ്റ് ആണ്, ഐ ആം പെർഫെക്റ്റ്, ഐ ആം കേപ്പബിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐ ആം ലവബിൾ. നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും, മറ്റുള്ളവരുടെ സ്നേഹവും ഇങ്ങോട്ട് നേടാൻ കഴിയുന്നുണ്ട്. മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ സ്നേഹിക്കുന്നവരെ മറ്റുള്ളവർ നമ്മളെയും സ്നേഹിക്കും. നമ്മൾ നമ്മളെ ആദ്യം സ്നേഹിക്കുക, അതുപോലെ നമ്മൾ മറ്റുള്ളവർക്കും വില കൊടുക്കണം. അപ്പോഴാണ് അവർ നമ്മളെയും സ്നേഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജീവിതത്തിൽ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് മിറക്കിൾസ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് കണ്ടെത്തുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അപ്പോൾ എല്ലാത്തിനും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് ആദ്യം സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഒരു വേർഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം. മനസ്സിലായോ? ഇല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകും. അങ്ങനെ ഒരു ചിലർ എന്നോട് പറയാറുണ്ട്, അയ്യോ അത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നുപോയി. എന്തുകൊണ്ടാണ് അത് മറക്കുന്നത്? അപ്പോൾ നിങ്ങൾ നല്ലൊരു സെൻറ്റൻസ് കേട്ടാലുടൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പൊ തന്നെ ലൈക്ക് ചെയ്യണം. നിങ്ങളൊരു യൂണിവേഴ്സിന് സമർപ്പിക്കുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡാണത്. അതെന്താ മനസ്സിലാക്കാത്തത്? അതുപോലെ കമന്റ് ചെയ്യണം. കമന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെന്റൻസ് ഉണ്ടെങ്കിൽ അത് എടുത്ത് എഴുതി നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു യൂണിവേഴ്സ് എന്നെങ്കിലും കുറഞ്ഞ വർഷം പറയാവില്ല. അതിനും മടി വിചാരിക്കരുത്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.